ഹലോ, ഒരു ഗിഫ്റ്റ് മേക്കിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഗിഫ്റ്റിനായിട്ടുള്ള സാധനങ്ങളൊക്കെ 2 ദിവസം എടുത്തിട്ടാണ് കേട്ടോ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിൻട്രസ്റ്റി ടൈപ്പ് ഓഫ് ബൊക്കെയാണ്. അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഒരു 3 വയസ്സുള്ള മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. സോ ഞാൻ അതിൽ കുറച്ച് ഹെയർ ആക്സസറീസും സ്റ്റിക്കേഴ്സും ചോക്ലേറ്റ്സും ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ ഐറ്റംസും ഇതുപോലെ ഒരു വുഡൻ സ്റ്റിക്കിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗിഫ്റ്റ് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. കാരണം കസ്റ്റമറിന് അങ്ങനെ ഡിമാൻഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഇങ്ങനെയുള്ള ഒക്കേഷൻസിലല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇതെല്ലാം. അതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റംസും എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ പ്രിൻ്റ് എടുത്ത് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ മാക്സിമം ക്യൂട്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിങ്ക് ആൻഡ് ലാവൻഡർ ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ആണ് ഞാനിതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മോളുടെ 2 പ്രിൻ്റ് ഔട്ട്സ് മീൻസ് കട്ട് ഔട്ട്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിലിങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ പിൻട്രസ്റ്റിലൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് കേട്ടോ. കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. സോ ഒന്നും നോക്കിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ കസ്റ്റമൈസ് ചെയ്യാണ് ചെയ്തത്. ആക്ച്വലി നമ്മളിങ്ങനെ ഗിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ഇഷ്ടമാണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് കസ്റ്റമർ നമുക്കൊരു ചോയ്സ് തന്നപ്പോൾ സോ ഹാപ്പി. പിന്നെ ഈ ഒരു ഐറ്റം ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ പ്രിൻറ്റഡ് ചോക്ലേറ്റ്. ഇതിന് കിറ്റ്കാറ്റാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ വുഡൻ സ്റ്റിക്കിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കലൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ വീണ്ടും വേറൊരു ബോക്സ് എടുക്കുകയാണ്. ആ ബോക്സിൽ ഫ്ലോറൽ ഫോം ഷീറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലൊരു ടിഷ്യൂ പേപ്പറാണ്. ഇനി ഇതിൽ നമ്മൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതുവരെ ചെയ്ത് വെച്ച എല്ലാ സ്റ്റിക്കേഴ്സും അതുപോലെ ബോസ്, ഹെയർ ആക്സസറീസ് എല്ലാം, ഫോട്ടോസ്, കട്ടൗട്ട്സ് എല്ലാം ഞാനിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സോ ഈ വീഡിയോയിൽ കാണുന്ന ടൈമൊന്നുമല്ല കേട്ടോ, ഞാൻ അത്യാവശ്യം അതിലധികം ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷമുള്ള ഒരു ഔട്ട്പുട്ടാണ് ഇത്. ഇതുവരെ കണ്ടപ്പോഴേ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം വിചാരിച്ചാലും നന്നായിട്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അനുസരിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ആഡ് ചെയ്തു. അതുപോലെ ബോ ഒക്കെ വെച്ച് കൊടുത്ത് ബോക്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോഴേക്കും നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ ഇതുപോലെയാണുള്ളത്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്സ് എല്ലാം. ഇനി എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.